അമൂല്യമായ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ കഴിയാതെ കുരുന്നുകൾ ലഹരിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നഷ്ടപ്പെടുന്ന ബാല്യങ്ങൾ, തകരുന്ന കുടുംബങ്ങൾ, അവരെ കരുതലോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആതുര സേവന രംഗത്തുള്ളവരും ലഹരി വിമുക്ത സംരക്ഷകരോടൊപ്പം സമൂഹം ഒന്നടങ്കം അണിചേരാം എന്ന ആഹ്വാനത്തോടെ ഹാർവസ്റ്റ് മിഷൻ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ജീവിതം അമൂല്യമാണ്. രചന സംവിധാനം മിസിസ് മിനി മോഫറ്റ്. റെക്കോർഡിംഗ് ആരോൺ മോഫറ്റ്. അഭിനേതാക്കൾ തിമോത്തി ജെ, കാശിനാഥ് എ എസ്, നന്ദികേഷ് എസ്, അബിൻ പി എ, ഹെപ്സിബ ആർ വി, ഹന്ന ഗ്രേസ്, അഭിനവ് ആർ എ, അജാസ് എൻ എസ്, അഭിഷേക് എസ് ആർ, ആർദ്ര അരുൺ വി, പ്രേസൻ പി സാം, രോഹിത് ലാലു, ദേവദത്ത് എ എസ്, ആഷിർ പി വി, ജബിൻ വി ഷാജു. അമ്മേ, എനിക്ക് ജോലി കിട്ടി. കുവൈറ്റിലാ. വളരെ നല്ല ഹോസ്പിറ്റലാ അത്. പക്ഷേ മോളെ, നീ കരയരുത്. ഇത് ദൈവം നിനക്ക് തന്ന നല്ല അവസരമാണ്. ബിബിയെ ഞാൻ നോക്കിക്കൊള്ളാം. അമ്മേ, ഞാൻ എങ്ങനെ നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകും? മോളെ, ബിബിയുടെ പപ്പയുടെ ആഗ്രഹമായിരുന്നു അവന്റെ പഠനം, ഭാവി. പക്ഷേ ഈ വീട് വെച്ചതിന്റെ ലോൺ അടച്ചില്ല എങ്കിൽ മോൻ നന്നായി പഠിച്ച് 10th എക്സാം എഴുതിക്കൊള്ളും. നീ ഈ ജോബ് ഓഫർ കളയരുത് മോളെ. മോനെ, കം ഹിയർ. നിന്റെ പപ്പ പോയതിനു ശേഷം ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ നീ മാത്രമാണ്. മോനെ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് കുവൈറ്റിൽ പോകാൻ പറ്റുന്നില്ല. നോ മമ്മി, യു ഷുഡ് ഗോ. ഇവിടെ അമ്മച്ചി ഉണ്ടല്ലോ. മമ്മി, പ്ലീസ് ജോയിൻ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. ഇറ്റ്സ് ആൻ എക്സലന്റ് ഓഫർ. അതെ മോളെ, ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ഐ വിൽ സ്റ്റഡി വെൽ. നോ വറീസ്. മോനെ, ഉറപ്പാണോ? ഞാനില്ലാതെ നീ പഠിക്കുമോ? യെസ് മമ്മി. ഓക്കെ, എന്നാ ഞാൻ പോകാം. മോളെ, അറേഞ്ച് യുവർ ട്രാവൽ സൂൺ. മോൾ പോയിട്ട് 4 മാസമായി. ഇത്രത്തോളം ദൈവം സഹായിച്ചു. പക്ഷേ ബിബിക്ക് എന്തോ മാറ്റമുണ്ട്. അവൻ എന്തോ പറ്റി. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ മോളെ, സുഖമായിരിക്കുന്നു? അമ്മയ്ക്ക് സമാധാനമായി. നമ്മുടെ കടമൊക്കെ ഉടനെ അടച്ച് തീർക്കാൻ പറ്റും. 4 മാസം കൊണ്ട് ഇത്രയും അടച്ചല്ലോ. ആ അമ്മേ, ബിബി എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവൻ ബിസിയാ. സംസാരിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തതുപോലെ. അവൻ ഫ്രണ്ട്സിനോടൊപ്പം ഗ്രൂപ്പ് സ്റ്റഡിക്ക് പോയതാ. അയ്യോ, 8 മണി ആയല്ലോ. ഇതാ അവൻ വരുന്നുണ്ട്. മോനെ, മമ്മിയാ. ഓ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്. ബിബി, കം ആൻഡ് ടോക്ക് ടു മമ്മി. നോ വേ. അവനിപ്പോ ഇങ്ങനെയാ. മിക്കവാറും സമയം റൂമിനകത്താ. ഒന്നും കഴിക്കുന്നില്ല, എന്നോടും സംസാരിക്കില്ല. ഈ ആഴ്ച വളരെ ദേഷ്യത്തിലാ സംസാരിക്കുന്നത്. രൂപ വേണമെന്ന് എനിക്ക് മെസ്സേജ് അയക്കും. വിളിച്ചാലോ ഫോൺ എടുക്കില്ല. കഴിഞ്ഞ മാസം 2 ലക്ഷത്തോളം രൂപയാ അവൻ വാങ്ങിച്ചത്.
ഇനി ഞാൻ കൊടുക്കില്ല. ഞാൻ നാളെ വിളിക്കാം. ഐ വാണ്ട് ടു ടോക്ക് ടു ഹിം. ഓക്കെ? ഓക്കെ മോളെ. ഇന്നവൻ വരട്ടെ. ഇതവന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. അയ്യോ, മയക്കുമരുന്നാണോ? എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ്. മോളെ, നമ്മുടെ സംശയം ശരിയാണ്. അവന്റെ മുറിയിൽ നിന്ന് മയക്കുമരുന്നിൻ്റെ. അതെ, ശരി മോളെ. എവിടെ? സൈക്കാട്രിസ്റ്റിനെയോ? ഓക്കെ, ഞാൻ കൊണ്ടുപോകാം. എന്ത് ചെയ്യും നമ്മൾ? ഓക്കെ. അമ്മച്ചി, ആരെന്റെ മുറിയിൽ കയറി? ഇല്ല, ഞാൻ എല്ലാത്തിനെ. എവിടെ? രൂപത എനിക്ക് വേണം. അയ്യോ, എനിക്ക് ഇപ്പൊ വേണം. എനിക്ക് അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് ഇപ്പൊ വേണം. ഞാൻ എല്ലാത്തിനെ. പോ, എന്റെ കണ്ണു മുമ്പിന്ന് പോ. ബിബി, ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സാ. മീറ്റ് ദം. നോ, ലെറ്റ് മീ ഗോ. എനിക്ക് ജീവിക്കണ്ട. ദിസ് ഈസ് വിനു. മുൻപ് നിന്നെപ്പോലെ വിനുവും ഇവിടെ പേഷ്യൻ്റ് ആയിരുന്നു. എന്നാൽ ഇന്ന് അനേകർക്ക് മാതൃകയായി ആൻറ്റി ഡ്രഗ് പ്രോഗ്രാം എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നു. മീറ്റ് ഹിം. വിനു, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ദിസ് ഈസ് ബിബി. വരൂ, നമുക്കൊരു ആൻറ്റി ഡ്രഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഹായ്, ഞാൻ വിനു. ഞാനും ഇതുപോലെയായിരുന്നു. ഞാൻ നിന്നെപ്പോലെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചതാണ്. അതിനുശേഷം വേറൊരു ന്യൂ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഭയം, വിറയൽ. വെളിച്ചം കണ്ണിലടിച്ചാൽ ഞാൻ അലറി വിളിക്കാൻ തുടങ്ങി. ഭയന്ന് ഓടി ഒളിക്കാൻ നോക്കി. എൻ്റെ മാതാപിതാക്കളെയോ അധ്യാപകരെയോ എനിക്ക് മനസ്സിലായില്ല. എല്ലാവരെയും വെറുത്തു. എനിക്ക് പണം മാത്രം വേണം. ആ അവസ്ഥയിൽ എൻ്റെ മാതാപിതാക്കളുടെ കരച്ചിൽ ഞാൻ മനസ്സിലാക്കിയില്ല. എന്നാൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇവരാണ്. സൈക്കാട്രി ഡോക്ടറും പ്രിയപ്പെട്ട സൈക്കോളജിസ്റ്റും. അവർ തീർച്ചയായും നിന്നെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അയ്യോ, എക്സാം എക്സാം. ബിബി, ഇനി 2 മാസമുണ്ടല്ലോ. യു ക്യാൻ ഡു ഇറ്റ് വെൽ. എനിക്ക് പറ്റുമോ? യെസ്, യു ക്യാൻ. ഞങ്ങൾ നിന്നെ സഹായിക്കാം. കൂടാതെ ഇവരും നിന്നോടൊപ്പം ഉണ്ട്. ആരാണിവർ? ഞാൻ പറയാം. അമിതമായ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കാരണം നെർവസ് സിസ്റ്റത്തെ ബാധിച്ചു. അയ്യോ, എന്നെ രക്ഷിക്കണേ. ആശങ്കയും ഭയവും ബാധിക്കുന്നു. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തു. എനിക്ക് പേടിയാവുന്നേ. വിഭ്രാന്തിയിലാക്കുന്നു. അയ്യോ, എന്നെ രക്ഷിക്കണേ. എനിക്ക് പേടിയാവുന്നേ. ഇവരോ? അമിതമായ ഫോൺ ഉപയോഗം. ഫോണിൽ മെസ്സേജ് അയക്കുന്നത് പോലെ സ്പെല്ലിംഗ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. IAMARDRAHOWRU. ഇങ്ങനെ മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ.
ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, അതും കാണാത്തയാളുമായി. യാഥാർത്ഥ്യമില്ലാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥ, ഹാലൂസിനേഷൻ. ഇവരൊക്കെ റിക്കവറി സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഞാൻ എക്സാം. ഞാനും നിന്നെപ്പോലെ എക്സാമിന് 3 മാസം മുമ്പാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നത്. അവസാനം എൻ്റെ തെറ്റുകൾ, തെറ്റായ കൂട്ടുകെട്ട്, മാതാപിതാക്കളെ വിഷമിപ്പിച്ചത്, ഇതെല്ലാം മനസ്സിലാക്കി ഒരു തിരിച്ചുവരവ് സാധ്യമാക്കി തന്നത് ഇവരാണ്. ലഹരിക്ക് അടിമയായി പോയ അനേകരെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ നിനക്ക് കഴിയും. ഇന്ന് ഞാൻ ലഹരിക്കെതിരായ സന്ദേശം അറിയിക്കുന്നത് പോലെ നിനക്കും കഴിയും. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. ആദ്യം കണ്ടാൽ മയക്കിടുമേ, പിന്നെ പിന്നെ മയങ്ങിടുമേ, കാര്യമറിയാതെ അതിൽ വീണു പോകല്ലേ. ആദ്യം കണ്ടാൽ മയക്കിടുമേ, പിന്നെ പിന്നെ മയങ്ങിടുമേ, കാര്യമറിയാതെ അതിൽ വീണു പോകല്ലേ. ഭാരമായിടും, ദോഷമായിടും, രോഗിയായിടും, അയ്യോ ദുഃഖമായിടും. ഭാരമായിടും, ദോഷമായിടും, രോഗിയായിടും, അയ്യോ ദുഃഖമായിടും. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. ആദ്യം ഫ്രീ ആയി നൽകിടുമേ, പിന്നെ പിന്നെ ചതിച്ചിടുമേ, കാര്യമില്ലാതയ്യോ നിങ്ങൾ കുഴിയിൽ വീഴല്ലേ. ആദ്യം ഫ്രീ ആയി നൽകിടുമേ, പിന്നെ പിന്നെ ചതിച്ചിടുമേ, കാര്യമില്ലാതയ്യോ നിങ്ങൾ കുഴിയിൽ വീഴല്ലേ. നാണക്കേടാകും, മാനക്കേടാകും, നഷ്ടമായിടും, നിങ്ങൾ പാപ്പരായിടും. നാണക്കേടാകും, അയ്യേ മാനക്കേടാകും, നഷ്ടമായിടും, നിങ്ങൾ പാപ്പരായിടും. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. മോനെ, നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതെ മമ്മി, ഞാൻ ജീവിതത്തിന്റെ വില മനസ്സിലാക്കി. ലഹരി ജീവിതത്തെ തകർക്കുമെന്ന് മനസ്സിലാക്കാൻ ഞാൻ സമയമെടുത്തു. ഇനി ആർക്കും, ഒരു മക്കൾക്കും ഈ അവസ്ഥ വരരുത്. പപ്പ ഇല്ലാതെ അമ്മ കഷ്ടപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അമ്മച്ചിയെ ഞാൻ ഒത്തിരി കരയിപ്പിച്ചു. ക്ഷമിക്കണം. ഹായ്, ഇതാരാ? വരണം വരണം. എല്ലാവരും ഉണ്ടല്ലോ. ഇന്നൊരു ആൻറ്റി ഡ്രഗ് അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. ബിബി അതിന് മെസ്സേജ് കൊടുക്കണം. യെസ്, ഇനി ഞാൻ എല്ലാവരോടും ലഹരിക്കെതിരായ സന്ദേശം വിളിച്ചു പറയും. നമുക്ക് പോകാം. ഞങ്ങളും വരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ,
കുരുന്നുകളെ ലഹരിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരെയും മുതിർന്നവരെയും മാറ്റി നിർത്തി മാതാപിതാക്കളെ അനുസരിച്ച് ജീവിതത്തിൽ ഉന്നതിയിലെത്തുവാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം, കരുതൽ, സാമീപ്യം ആവശ്യമാണ്. ലഹരിയല്ല വേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ തെറ്റിപ്പോയാൽ അവരെ സ്നേഹിച്ച് മടക്കി വരുത്താൻ നിങ്ങൾക്കും സമൂഹത്തിനും കഴിയണം. അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ജീവിതം അമൂല്യമാണ്. അതിൽ ലഹരിക്ക് ഒരു സ്ഥാനവും കൊടുക്കരുത്. യു ആർ പ്രഷ്യസ്. ഗോഡ് ബ്ലസ് യു ആൾ. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, മദ്യത്തിൻ ലഹരി വേണ്ട. വേണ്ട വേണ്ട ചേച്ചി, വേണ്ട വേണ്ട ചേച്ചി, മയക്കുമരുന്നിൻ ലഹരിയും വേണ്ട.